അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമുക്ക് പോവാം. ബഹ്റിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂറോളം യാത്രയുണ്ട് ഈ പാലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. നല്ല അടിപൊളി വഴികളും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ യാത്ര തുടങ്ങി. പോകുന്ന വഴിക്ക് കേശുവിൻ്റെ ഓരോരോ കോപ്രായങ്ങളാണിത്. കാറിനകത്തിരുന്നുണ്ട് കേശു ജ്യൂസൊക്കെ മേടിച്ച് കയ്യിൽ പിടിച്ച്, അപ്പോൾ അതൊക്കെ കാണിച്ചു തരുവാണ് എല്ലാവരെയും. ഞാൻ ജ്യൂസ് മേടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ നമുക്ക് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഇത് ഇവിടുന്ന് ടോള് കൊടുത്ത ശേഷം മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. 2.5 ദിനാറാണ് ടോള്. അപ്പോൾ അതിൻ്റെ പാസ് ആണ് കാണിച്ചു തരുന്നത്. ഈ ഒരു പാലം കാണാൻ പോകാനുള്ളൊരു യാത്ര ആഗ്രഹിച്ചത് ഒരു 2-2.5 വർഷം മുന്നെയാണ്. ഞാൻ ഇതിന് മുന്നേ വന്നപ്പം ഈ ഒരു ആഗ്രഹം നടക്കാതെ പോയൊരു കാര്യമായിരുന്നു. ഇതൊരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയൊരു കാര്യം കൂടിയാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞങ്ങൾ വന്ന സമയത്താണ് സൗദിയിലേക്കുള്ള വിസ എക്സ്റ്റൻഷൻ നിർത്തിക്കളഞ്ഞത്. അപ്പോൾ അതുവരെയുള്ള ആൾക്കാരെല്ലാം സൗദി പാലത്തിൻ്റെ അവിടെ പോയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. നല്ല പാലമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പം നല്ല രസം. അതായത് കടലിന് മുകളിൽ കൂടെ ഉള്ളൊരു പാലം. അപ്പോൾ അത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിൽ. അത് സാധിച്ചില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എൻ്റെ ഈ ഒരു ആഗ്രഹം സാധിക്കാൻ പോവുകയാണ്. ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബഹ്റിനെയും സൗദി അറേബ്യയും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണ്. കിങ് ഫഹദ് കോസ്വേ എന്നാണ് ഈ പാലത്തിൻ്റെ പേര്. ഏകദേശം ഒരു 24-25 കിലോമീറ്ററോളം നീളമുണ്ട് ഈ പാലത്തിന്. 4 വരി പാതയാണ്. ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിനുള്ള മുഴുവൻ പൈസയും മുടക്കിയത് സൗദി അറേബ്യ എന്നാണ് പറയുന്നത്. ഏകദേശം $1.2 ബില്യൺ ഇതിൻ്റെ മൊത്ത ചെലവ്. 1982 നവംബർ 11 ഈ പാലത്തിൻ്റെ പദ്ധതിക്ക് തറക്കല്ലിട്ടത്. ബഹ്റിൻ രാജാവ് ഷൈഖ് ഇസാ ബിൻ സൽമാൻ അൽ ഖലീഫയും സൗദിയിലെ ഫഹദ് രാജാവും കൂടെ ചേർന്നിട്ടാണ് ഈ പദ്ധതിക്ക് തറക്കല്ലിട്ടത്. 1986 നവംബർ 11 ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. നവംബർ 12 തന്നെ ഇത് യാത്രായോഗ്യമാക്കി തുറന്നു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും അവിടെ കണ്ടില്ല. ഇത് അങ്ങ് ദൂരെ ഒരു ടവർ പോലെ കണ്ടോ. അപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് മുമ്പൊക്കെ ഈ ടവറിൻ്റെ മുകളിൽ കയറി നമുക്ക് കയറാൻ പറ്റുമായിരുന്നു. അപ്പോൾ അവിടെ നിന്നാൽ നമുക്ക് സൗദിയോ ബഹ്റിനും എല്ലാം കാണാൻ പറ്റുമായിരുന്നു. ഇപ്പം അതിന് അങ്ങോട്ടേക്ക് അനുമതിയില്ല. എന്തോ പണി നടക്കുന്നത് കൊണ്ട് അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളെ അവിടെ ഇറക്കി വിട്ടിട്ട് നമുക്ക് അവിടെ എല്ലാം കാണാം. നടന്ന് കാണാനൊക്കെ ഉള്ള ഇതാണ് ആ ടവർ. ഭാഗം ഇത് ശാന്തമായിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിര വരുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എവിടെയാണ് ചേച്ചിട്ടാ? സൗദി ബഹ്റിൻ ബോർഡർ അല്ലേ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയാൽ സൗദി, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോയാൽ ബഹ്റിൻ അല്ലേ. ഏറ്റവും കൂടുതൽ കാണുന്ന നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കാണുന്ന ആ പാലം പദം. ചപ്പാത്തി അല്ല, അതൊക്കെ ബൂസോ ഇപ്പൊ കൊണ്ടേ ഒരാൾ ഇട്ടത് അല്ലേ. ഈ ലൈറ്റെല്ലാം രാത്രിയായ തെളിഞ്ഞു കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനത്തെ ലൈറ്റുകൾ എവിടെയെല്ലാം ഇഷ്ടം പോലെ ഒരുപാടുണ്ട്.
നമുക്ക് അങ്ങോട്ട് നടത്തുന്നോ? നടന്നു കേശു നടന്നു പോയിക്കോ. കറക്റ്റ് നമ്മളിവിടെ വരലും ഈ വെള്ളം ഓണാകലും കൂടെ ഒന്നിച്ച് കാലയിലേക്ക് വെള്ളം തെറിക്കും അല്ലേ? ഇത് നനയുന്നുണ്ട്, കേശുവും നനയുന്നുണ്ട്, ഞാനും നനയുന്നുണ്ട്. അറിയില്ല, ചൂട് കാരണം ഈ വെള്ളം അടിക്കുന്നൊന്നും അറിയുന്നേ ഇല്ല. വെള്ളവും പറയണ്ട, അവിടെ നടക്കണ്ടെന്ന്. എവിടെ നടക്കണ്ടെന്ന് എഴുതിയേക്കണേ? ബോർഡ് കണ്ടിട്ടാണോ നീ പറയുന്നത് ഇല്ല നടക്കില്ലെന്ന്? നോക്ക് ഈന്തപ്പഴം കടലിന്റെ അവിടെ ഇതെന്താ അടുത്തൊരു സംഭവം. കേശം അടുത്തോ ഇവിടുന്ന് എന്താ കണ്ടത്? ഒന്നും കണ്ടില്ല. പാലം കണ്ടില്ല ഇങ്ങോട്ട് വരുമ്പോ? പാലത്തിന്റെ പേരറിയോ? അറിയത്തില്ല? പറഞ്ഞു കൊടുക്ക ചേച്ചിട്ടാ പാലത്തിന്റെ പേര്. കിങ് ഫഹദ് ഹോസ്വേ. അറബി പാലം അല്ല എടാ, ഇതിപ്പോ നമ്മള് സൗദിയുടെയും ബഹറിന്റെയും ബോർഡറിലാ. ഇവിടുന്ന് സൗദിയിൽ പോയാൽ ആരെയാ കാണാൻ പറ്റുന്നേ? മാമനെ കാണാൻ പറ്റും. പോന്നോ അങ്ങോട്ടേക്ക്? സൗദിക്ക് പോന്നോ? प्लानिंग तो करते हैं। പോലീസ് അമ്മയ്ക്കെന്താ പേടി? അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് ഇത്. കണ്ടോ, വണ്ടികളൊക്കെ വെയിറ്റിങ്ങിൽ നിൽക്കുകയാണ്. അപ്പുറത്തേക്ക് സൗദിക്ക് പോകാൻ വേണ്ടിയിട്ട് ബഹറിൽ നിന്ന് വന്ന വണ്ടികളൊക്കെ ഇങ്ങനെ വെയിറ്റിങ്ങിൽ. ഒരുപാട് വണ്ടികളുണ്ട് ഇങ്ങനെ കിടപ്പ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് മനാമയിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി പുതിയൊരു സ്ഥലവുമായി ഉടൻ തന്നെ കാണാം. ബായ്.